ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബൊഗ്ഗുവെ ചാനൽ. ബി ഉണ്ണികൃഷ്ണൻ സംവിധാനവും രചനയും ചെയ്ത് നിവിൻ പോളി, ഷറഫുദ്ദീൻ, ബാലചന്ദ്ര മേനോൻ എന്നിവരെ പ്രധാന വേഷത്തിലാക്കി പുതുതായി എത്തിയ മലയാള ചലച്ചിത്രമാണ് പ്രതിച്ഛായ. ഒരു പൊളിറ്റിക്കൽ ത്രില്ലർ ചിത്രമായിട്ടാണ് സിനിമ വരുന്നത്. ചായയിലാണെങ്കിൽ മധുരവും ഇല്ല, പ്രതിയായതോ നമ്മളും എന്നൊരു മട്ടാണ് സിനിമ കണ്ട ശേഷം എനിക്ക് തോന്നിയത്. നിവിൻ പോളിയെ കൊണ്ട് സത്യം പറഞ്ഞാൽ പറ്റുന്നില്ല ആ ക്യാരക്ടർ ഒന്ന് പുള്ളൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ബി ഉണ്ണികൃഷ്ണനൊക്കെ സത്യം പറഞ്ഞാൽ ഇനിയും നിർത്തണം സിനിമകളൊക്കെ ചെയ്യുന്നത്. എന്ത് പഴകിയ വീഞ്ഞുകളാണ് വീണ്ടും അവർ പുതുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളത് അതൊന്നും പറയാനില്ല സത്യം പറഞ്ഞാൽ. അങ്ങനെയാണ്. ഇതിൽ ജസ്റ്റിൻ പ്രഭാകരനാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. കുറെ അവിഞ്ഞ BGM-ഉം സ്കോറൊക്കെ ആയിട്ട് എന്തൊക്കെയോ ചെയ്ത് കൂട്ടി വെച്ചിട്ടുണ്ട്. എലി വരുമ്പോൾ വരുന്ന പോലെ അങ്ങനെ എന്ത് മ്യൂസിക്കാണ്. പുള്ളി അത്യാവശ്യം നന്നായിട്ട് മ്യൂസിക് ചെയ്യുന്ന ഒരാളാണ്. ബട്ട് ഇതിൽ സ്കോർ ഒരുപാടുണ്ട്. ബട്ട് ഒന്നും വർക്കൗട്ട് ആവാതെ, പ്രത്യേകിച്ചും നിവിൻ പോളി ഇൻട്രോയിലൊക്കെ വരുമ്പോൾ ഉള്ള ഒരു മ്യൂസിക്കൊക്കെ ഇടും. തല വെച്ചിരുന്നോടെ രീതിയിലുള്ള മ്യൂസിക്കുകളാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ ഷറഫുദ്ദീൻ വരുമ്പം ഒരു ചെറിയൊരു രീതിയിലുള്ള ഒരു നല്ലൊരു മ്യൂസിക് വരുന്നുണ്ട്. എന്നില്ല അതൊരു ഇമ്പാക്റ്റ് ആക്കുന്നു എന്ന് ചോദിച്ചാൽ ഇല്ല. സിനിമ ഇതിൽ വരുന്ന നിങ്ങൾ ഒരു കേരളത്തിലുള്ള എല്ലാവർക്കും ഈ കാര്യങ്ങളൊക്കെ അറിയായിരിക്കും. ഒരു പൊളിറ്റിക്കൽ പടമാണ്. എന്താണ്, അതായത് ഈ പഴയ ഉമ്മൻചാണ്ടി അതായത് അപ്പം കാണിക്കുന്ന ഉമ്മൻചാണ്ടി സർക്കാർ ടൈമിൽ അല്ലെങ്കിൽ ആ ഒരു കോൺഗ്രസ് ടൈമിലെ ഒരു കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇതിൽ. ഈ ബാർക്കോഴ, പിന്നെ സരിത കേസ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ ഇതിൽ ഏറ്റവും വിറ്റെന്താന്ന് വെച്ചാൽ അച്ഛൻ കോൺഗ്രസ്സുകാരനും മകൻ സഖാവും, അതായത് നിവിൻ പോളി സഖാവ് എന്ന രീതിയിലൊക്കെ വരുന്ന അതൊരു പഴയ വീഞ്ഞാണ്. അത് ആ ഒരു കോൺസെപ്റ്റ് കാണുമ്പോഴേ നമുക്കറിയാം ഒരു പഴയ വീഞ്ഞാണെന്ന്. മൊത്തത്തിൽ പടത്തിൽ നിവിൻ പോളി ഇടയ്ക്ക് ഡയലോഗുകൾ പറയുന്നുണ്ട്. SFAയിൽ ഞാൻ 3 വർഷം അവിടെ നിന്ന് ഇങ്ങനെയായിരുന്നു അങ്ങനെയായിരുന്നൊക്കെ, വെറുതെ SFA കുത്തിക്കയറ്റാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് പരിപാടി. അങ്ങനെ ആ പേര് SFA ഇങ്ങനെ പറയുന്നില്ലെങ്കിലും മാറി പറയും. നമുക്ക് മനസ്സിലാവില്ല അത് ആരെയാണ് സൂചിപ്പിക്കുന്നത്. CPIM എന്ന് പറയുന്നില്ല, CPINO KA അങ്ങനെ എന്താണ് പറയുന്നത് അറിയാലോ. പിന്നെ LDF വരുമ്പോൾ ഒരു കണ്ണൂറിൻ്റെ ആസ്പദമാക്കിയുള്ള ഒരു സഖാവ് വരും. അങ്ങനത്തെ പ്രതിരോധവും പ്രതിപക്ഷവുമായിട്ടൊക്കെ ഇങ്ങനെ പോകുന്ന ഒരു അവിഞ്ഞ പടം, ഒരു പഴയ പടം. എന്തുകൊണ്ട് കയറി എന്നുള്ള തോന്നിച്ചിരുന്ന ഒരു പഴമൊന്നും ഒരു പടം. നിവിൻ പോളിയുടെ ഒരു കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് നിവിൻ പോളി ആ ഒരു ഉന്നത പദവിയിലായിട്ട് പോകുമ്പോൾ നിവിൻ പോളി കറുത്ത ഡ്രസ്സൊക്കെ ഇട്ട് പോയി ഒരു മാസ് കാണിക്കുന്ന ഒരവസ്ഥയൊക്കെ, അതൊക്കെ അരോചകത്വം എന്ന് പറഞ്ഞാൽ അരോചകത്വമായിരുന്നു. പിന്നെ ഷറഫുദ്ദീൻ ഏതോ ഒരു ഇന്റർവ്യൂവിൽ വന്നിട്ട് സൂര്യയുടെ എന്തൊക്കെ പറഞ്ഞാൽ അത് സൂപ്പറാണ്, നല്ല ഇമ്പാക്റ്റ് ഉണ്ടാക്കും, അപ്പോൾ ഷറഫുദ്ദീൻ്റെ റോൾ ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നുള്ള ഒരു സംസാരങ്ങളൊക്കെ ഏതോ റീൽസിൽ കണ്ടിട്ടുള്ളായിരുന്നു. അപ്പോൾ അങ്ങനെയാണുള്ള സംസാരങ്ങൾ അത് ശരിയാണെന്നുണ്ടെങ്കിൽ അതെന്തിനാണ് ഷറഫുദ്ദീൻ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഷറഫുദ്ദീൻ്റെ ഒരു ചെറിയൊരു ആറ്റിറ്റ്യൂഡും പരിപാടികളൊക്കെ കൊള്ളായിരുന്നു. ബട്ട് ഓവറോൾ എല്ലാം സൂപ്പറാണെന്ന് പറയാനായിട്ടൊന്നുമില്ല ആ സിനിമയിൽ. അതിപ്പം ബാലചന്ദ്ര മേനോനും ഒരു കറക്റ്റഡ് ആയിട്ടുള്ള ഒരാളായിട്ടാണ് പറയുന്നത്. അതായത് നിവിൻ പോളി ഇപ്പം ഇങ്ങനെ പറയും, ഇതാര് കറക്റ്റ് ചെയ്യാത്ത ആളാണ് സംസാരിക്കുന്നത്. അപ്പം ബാലചന്ദ്ര മേനോൻ പറയും അഴിമതിക്കാരന് തന്നെ ഒരു കല വേണം എന്നൊക്കെ പറയുന്ന ഒരു ടിപ്പിക്കൽ ഒരു എന്താ പറയുക, ചില കാര്യങ്ങളൊക്കെ ബി ഉണ്ണികൃഷ്ണൻ അത് രാഷ്ട്രീയ സൈഡിൽ നോക്കുമ്പോൾ ഒരു മന്ത്രിമാര് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവ് എന്തൊക്കെയാണ് പറയുന്നതെന്നുള്ളൊരു തോട്ട് പോലെയൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഈ ബാർക്കോഴ, അതായത് ഈ റോഡ് സൈഡിലൊന്നും എന്താ പറയുക ബാർ വെച്ചുകൂടാ, പക്ഷെ ബിയർ പാർലർ വയ്ക്കാം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട്. ഒരു കേരളത്തിലുള്ള ആൾക്ക് സിനിമ കാണുമ്പം എക്സാക്ട്ലി അവിടെ എന്താണ് നടക്കുന്നത് ഒരു ഫിക്ഷൻ തന്നെയാണ് അവർ പറയുന്നത്. ബട്ട് അത് എന്തിനെ സൂചിപ്പിക്കുന്നു അല്ലെങ്കിൽ എന്തിനെ റിലേറ്റ് ആയിട്ടാണ് പറയുന്നത് നമുക്ക് നല്ല രീതിക്ക് അത് കണക്റ്റ് ആവും. കാരണം നമുക്കത് അറിഞ്ഞു വന്നവരാണ്, ആ കാര്യങ്ങളൊക്കെ അറിയാവുന്നവരാണ്. അതുകൊണ്ട് മൊത്തത്തിൽ ഒരു പ്രതിച്ഛായ സിനിമ കാണാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ പോകണമെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും റെക്കമെൻഡ് ചെയ്യില്ല. നിവിൻ പോളി സത്യം പറഞ്ഞാൽ സർവമായ അതുപോലത്തെ ഒരു ഫീൽ ഗുഡ് സാധനങ്ങളൊക്കെ ചെയ്യുമ്പോൾ നിവിൻ പോളിക്ക് ഒരു പ്രത്യേക ഓറ അല്ലെങ്കിൽ ഒരു പ്രത്യേക വൈബ് കിട്ടുന്നുണ്ട്. ബട്ട് ഇതുപോലെ ഇപ്പം ഇടയിൽ ഈ സീരിയസ് കഥാപാത്രം വന്നപ്പോൾ ഈ ഇടയിൽ ഈ ബേബി ഗേൾ എന്ന ഏതൊരു സിനിമ വന്നു. ഇപ്പം ഇത് എന്തിനാണ് ചെയ്തതെന്നൊരു പിടുത്തവും കിട്ടുന്നില്ല. നിവിൻ പോളിയും ഈ സിനിമ ഇന്റർവ്യൂസിലൊക്കെ ഉണ്ണികൃഷ്ണനെ പൊക്കിയടിക്കുന്ന സീൻസൊക്കെ ഉണ്ട്. ബട്ട് അതൊരു പേഴ്സണലാണ്, അത് വിട്ടേക്കാം. അത് നമ്മൾ സിനിമയുമായിട്ട് കൂട്ടിക്കുഴയ്ക്കേണ്ട, പ്രൊഫഷണലായിട്ട് കൂട്ടിക്കുഴയ്ക്കേണ്ട. പിന്നെ ഈ സിനിമയിലെ ഈ എഡിറ്റിങ്ങും ആർട്ട് വർക്കും കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ
ഒന്നും വർക്കൗട്ട് ആയിട്ടില്ല. എന്തൊക്കെയോ ചെയ്ത് കൂട്ടി അരിപ്പിച്ച് കൊരിപ്പിച്ചൊക്കെ വച്ചിട്ടുണ്ട്. ഇവരുടെ കോസ്റ്റ്യൂം സൈഡ് ആയിരുന്നാലും പക്ക പാളി പോയിട്ടുണ്ട്. മൊത്തത്തിൽ തന്നെ ഈ റൈറ്റിംഗ് ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ കണ്ട് പഴുത്ത് പുഴുത്ത ആ ഒരു അവിഞ്ഞ സ്ക്രിപ്റ്റുകളും കാര്യങ്ങളാണ് ഈ സിനിമയിലും വന്നിട്ടുള്ളത്. ഈ ഇടയ്ക്ക് ഏതോ ട്രോളിൽ കണ്ടത് ലാലേട്ടൻ്റെ എന്തോ പറഞ്ഞിട്ടുണ്ടോ എന്തൊക്കെയാന്ന്. അങ്ങനെയാണെങ്കിൽ ലാലേട്ടൻ എസ്കേപ്പ് ആയതായിരിക്കും ഈ സിനിമയെന്നും. എന്തിനാണ് ഈ ഇതുപോലത്തെ സിനിമകൾ ഇനിയിപ്പം ഒരു പ്രസ് മീറ്റ് വയ്ക്കും ഉണ്ണികൃഷ്ണൻ, നല്ല സിനിമയെ കേരളക്കാർ കൊല്ലുന്നു അല്ലെങ്കിൽ ഇതുപോലത്തെ റിവ്യൂവേഴ്സ് കൊല്ലുന്നു എന്നുള്ള റിയാക്ഷനുമായിട്ട് ഉണ്ണികൃഷ്ണൻ വരുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ബട്ട് പ്രതിച്ഛായ ഒരു രസവുമില്ലാത്ത ഒരു ചായയാണ്, പ്രതിയായതും നമ്മളുമാണ്. എന്തിനാണ് നിവിൻ പോളി ഇതുപോലത്തെ ഒരു പടത്തിലൊക്കെ അത് ഒരു നിവിൻ പോളി ആ രാഷ്ട്രീയമായിട്ടുള്ള ആ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എന്തോ ഒരു കണക്ഷൻ ആവാത്ത പോലെ എന്തോ ഒരു വളിപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്, ടു ബി ഓണസ്റ്റ് എനിക്ക് പേഴ്സണലി. ഇനി നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ. ഇനിയിപ്പോൾ നിങ്ങൾ പടം കാണുവാണെങ്കിൽ കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായങ്ങളൊന്ന് പറഞ്ഞേക്ക്. മൊത്തത്തിൽ ഈ പ്രതിച്ഛായ നമ്മളെ വെറുതെ പൈസ കൊടുത്ത് പ്രതിയാക്കിയിട്ട് ചായ തരാതെ വിട്ട അവസ്ഥ പോലെ ആയിട്ടുണ്ട്. എന്തോന്ന് പടോടെ.